കരിയറിന്റെ തിരക്കുകളിൽ നിന്നും തിരക്കിലേക്ക് കടക്കുകയാണ് നടി മഞ്ജു വാര്യർ. സൂപ്പർ താര ചിത്രങ്ങൾ നടിയെ തേടി തുടരെ വരുന്നു. സിനിമകളുടെ വിജയ പരാജയത്തിനപ്പുറം ജനപ്രീതി നിലനിൽക്കുന്നതിന് മലയാള നടിമാരിൽ മഞ്ജുവിന് മാത്രം ലഭിക്കുന്ന ഭാഗ്യമാണ്. വേട്ടയാൻ എന്ന തമിഴ് ചിത്രത്തിൽ കാര്യമായൊന്നും മഞ്ജുവിന് ചെയ്യാനില്ലായിരുന്നു. എങ്കിൽ പോലും തനിക്ക് ലഭിച്ച ഗാനരംഗത്തിൽ കൂടെ മഞ്ജു ശ്രദ്ധിക്കപ്പെട്ടു. വിടുതലെ പാർട്ട് 2 ആണ് നടിയുടെ വരാനിരിക്കുന്ന സിനിമ. ചിത്രത്തിൽ മഞ്ജുവിനും ആരാധകർക്കും പ്രതീക്ഷകൾ ഏറെയാണ്. മഞ്ജു വാര്യരെ തമിഴകത്തേക്ക് കൊണ്ടുവന്നത് സംവിധായകൻ വെട്രിമാരനാണ്. അസുരൻ എന്ന സിനിമയിൽ മികച്ച പ്രകടനം നടി കാഴ്ചവെച്ചു. വെട്രിമാരന്റെ വിടുതലെ 2വിലും മഞ്ജുവിന് മികച്ച കഥാപാത്രം ലഭിക്കുമെന്ന് ആരാധകർ പ്രതീക്ഷിക്കുന്നു. വിടുതലെ ആദ്യ ഭാഗം വൻ ഹിറ്റായതും പ്രേക്ഷക പ്രതീക്ഷകൾ ഇരട്ടിപ്പിക്കുന്നു. വിടുതലേക്ക് മഞ്ജുവിന് ലഭിച്ച പ്രതിഫലത്തെക്കുറിച്ചുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. റിപ്പോർട്ടുകൾ പ്രകാരം 3 കോടി രൂപയാണ് താരം കൈപ്പറ്റിയ പ്രതിഫലം. വേട്ടയാനിൽ 2 കോടി രൂപയായിരുന്നു നടിയുടെ പ്രതിഫലമെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. തമിഴകത്തെ നായിക നിരയിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്നത് നയൻതാരയാണ്. 5 കോടിക്കും 10 കോടിക്കും ഇടയിലാണ് നയൻതാരയുടെ പ്രതിഫലം. അതേസമയം 2 പതിറ്റാണ്ടിലേറെയായി നയൻതാര തമിഴകത്ത് സജീവമാണ്. എന്നാൽ തമിഴകത്ത് മഞ്ജു ഇപ്പോഴും തുടരുകയാണ്. എങ്കിലും ഉയർന്ന പ്രതിഫലമാണ് നടിക്ക് ലഭിക്കുന്നത്. മലയാളത്തിൽ നടിക്കുള്ള താരമൂല്യമാണ് ഇതിന് പ്രധാന കാരണം. നിരവധി മലയാള താരങ്ങൾ തമിഴ് സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്. നടൻ മമ്മൂട്ടിക്ക് ചില ഹിറ്റ് തമിഴ് സിനിമകളുടെ ഭാഗമാകാൻ കഴിഞ്ഞു. രജനികാന്തിനൊപ്പം ചെയ്ത ദളപതി വൻ ഹിറ്റായിരുന്നു. ചിത്രത്തിൽ നടന് ലഭിച്ചത് 10 ലക്ഷം രൂപയാണ്. ഇന്നത്തെ മൂല്യം വെച്ച് 86 ലക്ഷത്തിനടുത്ത് വരും ഈ പ്രതിഫലം. അതേസമയം ഇന്ന് മലയാളത്തിനു പുറമെ മറ്റു ഭാഷകളിൽ അഭിനയിക്കുമ്പോൾ വലിയ പ്രതിഫലമാണ് മമ്മൂട്ടി വാങ്ങുന്നത്. 2019 പുറത്തിറങ്ങിയ യാത്ര എന്ന തെലുങ്ക് ചിത്രത്തിന് 15 കോടി രൂപയാണ് മമ്മൂട്ടി വാങ്ങിയത്. മലയാളത്തിൽ 4 കോടിക്കും 10 കോടിക്കും ഇടയിലാണ് മമ്മൂട്ടിയുടെ പ്രതിഫലം. പ്രതിഫലത്തിൽ സൂപ്പർ താര പദവിയുള്ള നായക നടന്മാർക്ക് മുന്നിലെത്താൻ മഞ്ജു വാര്യർക്കോ നയൻതാരയ്ക്കോ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. എമ്പുരാനാണ് മലയാളത്തിൽ മഞ്ജു വാര്യരുടെ വരാനിരിക്കുന്ന സിനിമ.